സോഷ്യൽ മീഡിയയിൽ മുഴുവൻ വിസ്മയ മോഹൻലാലിനെ പഞ്ഞിക്കിട്ടുകൊണ്ടിരിക്കുകയാണ്. സത്യത്തിൽ വിസ്മയ ഒരു വിദ്യാർത്ഥി സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ ഇത്ര വലിയൊരു കുറ്റമായിട്ടൊക്കെ കാണേണ്ടതുണ്ടോ? ഇങ്ങനെ ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ്, അതിന് പിന്നാലെ ഒരു 1000 കമന്റുകളുണ്ട്. 1000 അല്ല കേട്ടോ, 1000ത്തിനും മേളിൽ കവിഞ്ഞു പോയിരിക്കുകയാണ് ഈ കമന്റ്. നിമിഷം പ്രതി ഇത് കൂടിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോ കൂടാതെ സിനിമ ബഹിഷ്കരണ ഭീഷണിയുണ്ട്, അച്ഛൻ മോഹൻലാലിനെതിരെയുള്ള ആക്രമണമുണ്ട്, ഒടുവിൽ മേജർ രവി വരെ രംഗത്തെത്തേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. ഒരു സാധാരണ പോസ്റ്റിന്റെ പേരിൽ എങ്ങനെയാണ് ഇത്ര വലിയൊരു വിവാദം ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ ഉണ്ടായത്? കേരളം ഇന്ന് ചർച്ച ചെയ്യുന്നത് സത്യത്തിൽ ഈ പറയുന്ന സിനിമയെ കുറിച്ചോ ഒന്നുമല്ല. മോഹൻലാലിന്റെ മകൾ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്, അത് റിലീസ് ആവുകയാണ്. ഇതിനെക്കുറിച്ച് ഒന്നുമല്ല ചർച്ച ചെയ്യുന്നത്. അതായത് ഒരു യുവതിക്ക് ഒരു അഭിപ്രായം കമന്റ് ചെയ്യാനോ പോസ്റ്റ് ചെയ്യാനോ ഒന്നും കഴിയില്ലേ എന്നുള്ളതാണ്. വിസ്മയുടെ രാഷ്ട്രീയ നിലപാട് അവിടെ നിൽക്കട്ടെ, അവൾക്ക് പറയാനുള്ള അവകാശം ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രധാന കാര്യം എന്ന് പറയുന്നത്. കേരളത്തിൽ താരമക്കൾ എന്ന് പറയുന്നത്, അതായത് താരങ്ങളുടെ മക്കൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം പലർക്കും ഈ ഫീഡിംഗ് ബേബീസ് ആണ്, സ്പൂൺ ഫീഡിംഗ് ബേബീസ് ആയിട്ട് മാത്രമാണ് അറിയുന്നത്. അവരുടെ ആഡംബര ജീവിതം അറിയാൻ പറ്റും, അവരുടെ യാത്രകൾ സോഷ്യൽ മീഡിയയിലൂടെ അറിയാൻ പറ്റും, ഫാഷൻ ഫോട്ടോഷൂട്ടുകൾ, ബ്രാൻഡ് പ്രൊമോഷനുകൾ, ഇങ്ങനെ ഒരുവിധപ്പെട്ട എല്ലാ കാര്യം, കൂടാതെ വില കൂടിയിട്ടുള്ള കാറുകളും വിദേശ യാത്രകളും അവർ തിന്നുന്നതും ഉറങ്ങുന്നതും ഒക്കെ സോഷ്യൽ മീഡിയയിലുണ്ട്. ചില താരങ്ങളുടെ മക്കൾ ഇതുകൊണ്ട് മാത്രം ഉപജീവനം കഴിക്കുന്നവരുമുണ്ട്. പക്ഷേ വിസ്മയെ നമ്മൾ നോക്കുക, വിസ്മയ പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് അവിടെ നിൽക്കട്ടെ, അതിലേക്ക് നമുക്ക് വരാം. അതിനു മുമ്പ്, അതിനിടയിൽ അല്ലെങ്കിൽ വിസ്മയയുടെ കാര്യം എന്ന് എടുത്തു നോക്കുക. മോഹൻലാലിന്റെ മക്കളായിട്ടുള്ള പ്രണവും വിസ്മയും, അവര് സാധാരണയുള്ള ഒരു ജീവിതത്തിൽ നിന്ന് വഴിമാറി നടന്നിട്ടുള്ളവരല്ലേ? നമുക്ക് പ്രണവിനെ തന്നെ എടുത്തിട്ടുണ്ടെങ്കിൽ അറിയാമല്ലോ. പ്രണവിനെ എല്ലാവരും ഉൾക്കൊള്ളുന്നത് സിനിമയിനേക്കാൾ കൂടുതൽ പ്രണവിന്റെ യാത്രകളും ഒക്കെ ആയിട്ടാണ്. പ്രണവ് എന്ന് പറഞ്ഞാൽ ഇസ്കിൽ ടു യാത്ര എന്നുള്ളതാണ്. അങ്ങനെ ഒരു അവധൂതനെ പോലെ നടക്കുന്ന പ്രണവിനെയാണ് എല്ലാവർക്കും അറിയാവുന്നത്. അതുപോലെ തന്നെയാണ് ഏതാണ്ട് വിസ്മയയും. സോഷ്യൽ മീഡിയയിലൊക്കെ സജീവമാണ് എന്നുണ്ടെങ്കിലും രാഷ്ട്രീയ വിവാദങ്ങളിലൊന്നും സ്ഥിരമായിട്ട് ഇടപെടുന്ന ഒരു വ്യക്തിയൊന്നുമല്ല. അതുകൊണ്ട് തന്നെ ഈ കഴിഞ്ഞ ദിവസം സംഭവിച്ച ഈ ഒരു കാര്യം എന്ന് പറയുന്നത് വിസ്മയവുമായി ചേർന്ന് നിൽക്കുന്നവരെ പോലും അങ്ങ് ഞെട്ടിച്ചു കളഞ്ഞു എന്നുള്ളതാണ് അറിയുന്നത്. ഡൽഹിയിലെ നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള വിവാദങ്ങൾക്കും വിദ്യാർത്ഥി പ്രതിഷേധങ്ങൾക്കുമൊക്കെ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് വിസ്മയ ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് പങ്കുവയ്ക്കുന്നു. അതാണ് അതിന്റെ കോർ എന്ന് പറയുന്നത്. ഒരു സാധാരണ മനുഷ്യനായിരുന്നു ഇത് ചെയ്തത് എന്നുണ്ടെങ്കിൽ നമുക്കറിയാം അത് എല്ലാവരുടെയും കമന്റുകളെ പോലെ തന്നെ സ്ക്രോൾ ചെയ്ത് അങ്ങ് പോയേനെ. പക്ഷെ ഇവിടെ പോസ്റ്റ് ചെയ്തത് നമുക്കറിയാം മോഹൻലാലിന്റെ മകളാണ്. അതുകൊണ്ട് തന്നെ നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ഈ ഒരു വിഷയം വൈറലാവുകയും ചെയ്തു. ഈ പോസ്റ്റ് വൈറലായതോടുകൂടി സോഷ്യൽ മീഡിയ രണ്ട് വിഭാഗമായിട്ട് മാറുന്ന കാഴ്ചയും നമ്മൾ കാണുകയുണ്ടായി. ഒരു വിഭാഗം പറഞ്ഞു വളരെ ധൈര്യമുള്ള നിലപാടാണ് വിസ്മയ സ്വീകരിച്ചിട്ടുള്ളത്, സെലിബ്രിറ്റികൾ സാമൂഹിക വിഷയങ്ങളിലൊക്കെ സംസാരിക്കണം എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു, ഇനി വിദ്യാർത്ഥികൾക്കൊപ്പം നിൽക്കുന്നതിലും തെറ്റില്ല എന്നുള്ളത് പറഞ്ഞു. പക്ഷേ മറ്റൊരു വിഭാഗം കടുത്ത പ്രതിഷേധവുമായിട്ട് രംഗത്തെത്തി. അവർ ചോദിച്ചതും ഒരു കാര്യമാണ് കേട്ടോ, വിസ്മയെ നമുക്ക് പിന്തുണയ്ക്കാം, വിസ്മയ പറഞ്ഞത് വിസ്മയുടെ അഭിപ്രായമാണ്. പക്ഷേ മറ്റൊരു ഭാഗം എന്ന് പറയുമ്പോൾ പൂർണ്ണമായിട്ടും തള്ളാമോ എന്ന് ചോദിച്ചാൽ ഇത് വിസ്മയയ്ക്ക് വേണ്ടി മാത്രമുള്ള ഒരു കാര്യമല്ല അവർ ചോദിച്ചതും. അതിലേക്ക് നമുക്ക് വരാം. കേരളത്തിലെ മറ്റു വിഷയങ്ങളിലൊന്നും പ്രതികരിക്കാത്തവരുണ്ട്. അവരെന്തിനാണ് ഇപ്പോൾ പ്രതികരിക്കുന്നത് എന്നുള്ള കാര്യമുണ്ട്. ഇതൊരു രാഷ്ട്രീയ പ്രചാരണമല്ലേ എന്ന് ചോദിക്കുന്നതുണ്ട്. ഇവരെ ആരാണ് ഉപയോഗിക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. അതോടുകൂടി വിമർശനം എന്ന് പറയുന്നത് വ്യക്തിപരമായുള്ള ആക്രമണങ്ങളിലേക്കൊക്കെ നീങ്ങുന്ന സാഹചര്യമാണ്. വിസ്മയുടെ പുതിയ സിനിമയായിട്ടുള്ള തുടക്കം ബഹിഷ്കരിക്കുമെന്നുള്ള ഭീഷണി, സിനിമയുടെ പോസ്റ്ററുകൾക്ക് താഴെ നെഗറ്റീവ് കമന്റ് പ്രളയം, ചിലർ നേരിട്ട് തന്നെ മോഹൻലാലിനെ പോലും ലക്ഷ്യമാക്കി മകളെ നിയന്ത്രിക്കണമെന്ന് മോഹൻലാലിനെ പറഞ്ഞു പഠിപ്പിക്കുന്നു. ഇത് കുടുംബത്തിന്റെ പ്രതിച്ഛായ തകർക്കുമെന്ന് പറയുന്നു. അങ്ങനെ പല കമന്റുകളും ഒക്കെ വന്നു. പക്ഷേ പ്രതികരണം എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ നേതാവിനെതിരെയുള്ള ആക്രമണത്തിന് തുല്യമായിട്ട് മാറുന്ന ഒരു സാഹചര്യമാണ്. ഇവിടെയാണ് ഒരു വലിയ ചോദ്യം വരുന്നത്. ഒരു നടന്റെ
മകൾക്ക് രാഷ്ട്രീയപരമായിട്ട് ഒരു അഭിപ്രായം പറയാനായിട്ടുള്ള നിലപാട് പാടില്ലേ? അല്ലെങ്കിൽ അഭിപ്രായം പറഞ്ഞാൽ അതിന്റെ എല്ലാ രാഷ്ട്രീയ പ്രത്യാഘാതങ്ങളും ഏറ്റെടുക്കേണ്ടി വരുമോ എന്നുള്ള ചോദ്യവുമുണ്ട്. ഇതാണ് സോഷ്യൽ മീഡിയയിലെ യുദ്ധം എന്ന് പറയുന്നത്. കാരണം ജനാധിപത്യത്തിൽ അഭിപ്രായ സ്വാതന്ത്ര്യം നമ്മളെ എപ്പോഴും പറയുന്നത്, ഘോരഘോരം പറയുന്ന കാര്യമാണിത്. അത് രണ്ട് എതിർചേരിയിൽ നിൽക്കുന്നവരൊക്കെയും പറയുന്ന കാര്യമാണ്. എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള അഭിപ്രായ സ്വാതന്ത്ര്യമൊക്കെ ഉണ്ട്. അതുകൊണ്ട് അതും മേലോട്ട് അങ്ങ് കയറി കളിക്കണ്ട എന്നുള്ളതല്ലേ പറയാറുള്ളത്. ഇപ്പൊ ഒന്ന് നോക്കൂ, ഒരു സാധാരണ വിദ്യാർത്ഥികൾക്ക് പോലും ഉണ്ട് ഇത്. അപ്പൊ ഒരു സിനിമാ താരത്തിനുണ്ട്, ഒരു താരപുത്രിക്ക് ഇത് ഉണ്ടാകാൻ പാടില്ലേ? അതെല്ലാം ഉണ്ടാകാമല്ലോ. പക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയയുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, നിങ്ങൾ സംസാരിച്ചാൽ ആക്രമണം ഉണ്ടാകാം, സംസാരിച്ചില്ലെങ്കിൽ അതിനും ആക്രമണം ഉണ്ടാകാം. നിഷ്പക്ഷമായിട്ട് ഒരു വിമർശനം അല്ലെങ്കിൽ നിഷ്പക്ഷമായിട്ട് നിൽക്കാൻ ശ്രമിച്ചാൽ അതിനും ഒരു വിമർശനം ഉണ്ടാകാം. ഇതാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. ഇതിനിടയിലാണ് മേജർ രവിയുടെ എൻട്രി. ആ എൻട്രി സത്യത്തിൽ എന്തിനായിരുന്നു എന്നുള്ളത് പോലും മനസ്സിലാകുന്നില്ല. ഈ വിവാദം ഇങ്ങനെ കത്തിക്കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് സോഷ്യൽ മീഡിയയിൽ ഈ മേജർ രവി വന്നിട്ട് ഫേസ്ബുക്ക് ലൈവിലൂടെ പറയുന്നത്, വിദ്യാർത്ഥി സമരത്തെ സ്വാഭാവികമായിട്ടും അദ്ദേഹം വിമർശിച്ചിട്ടുണ്ട്. ഡൽഹിയിൽ പ്രതിഷേധിക്കുന്നവരിൽ പലരും യഥാർത്ഥ വിദ്യാർത്ഥികളല്ല എന്ന് പറയുന്നുണ്ട്. സമരത്തിന് പിന്നിൽ രാഷ്ട്രീയ അജണ്ടയുണ്ട് എന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. പോലീസിനെ ആക്രമിച്ചാൽ തിരിച്ചു നടപടി ഉണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു. സ്വാഭാവികമായി അദ്ദേഹം ഒരു മേജറാണ്, ആർമി ഉദ്യോഗസ്ഥനായിരുന്നു. അപ്പൊ അദ്ദേഹം അതിൻ്റെതായ എല്ലാ ചിട്ടവട്ടങ്ങളോടും കൂടി മാത്രമാണ് എല്ലാ കാര്യങ്ങളെയും കാണുകയുള്ളൂ. മാത്രമല്ല, ഒരു രാജ്യത്തിന്റെ ഭരണകൂടത്തിനൊപ്പം നിൽക്കുക എന്നുള്ള ഒരു രീതിയുണ്ട്. അത് എപ്പോഴും അങ്ങനെ ആയിരിക്കുമല്ലോ. ഭരണകൂടത്തിന്റെ വിമർശിക്കേണ്ട കാര്യങ്ങളെ വിമർശിക്കുകയും ചെയ്യണം. എന്തായാലും അദ്ദേഹത്തിന്റെ നിലപാട് എന്താണ് എന്നൊക്കെ ഉള്ളത് നമുക്കറിയാം. അപ്പൊ അദ്ദേഹം ആ ഒരു കാര്യത്തിൽ അദ്ദേഹത്തിന്റെ തീരുമാനം പറയുന്നു. പക്ഷേ അതേ ലൈവിൽ അദ്ദേഹം മറ്റൊരു കാര്യം കൂടി പറഞ്ഞു. അതാണ് ഏറെ ചർച്ചയാകുന്നത്. മായയെ ഞാൻ ജനിച്ച ദിവസം മുതലൊക്കെ അറിയുന്നതാണ്. മായ എന്ന് ഉദ്ദേശിച്ചത് വിസ്മയെയാണ്. തെരുവ് നായയെ കണ്ടാൽ പോലും അവൾ കരയുന്ന കുട്ടിയാണ്. അവൾക്ക് രാഷ്ട്രീയ ഗൂഢലക്ഷ്യങ്ങളൊന്നും അറിയില്ല. കുട്ടികൾക്ക് അടികിട്ടുന്നത് കണ്ട വിഷമത്തിൽ പോസ്റ്റ് ഇട്ടതാണ്. ഇതൊക്കെയാണ്. അപ്പോ ഇവിടെ വേറൊരു വിവാദം അന്നേരം ഉണ്ടായി. ഇതുവരെ വിസ്മയക്കിട്ടാണ് എല്ലാവരും പഞ്ഞിക്കിട്ടുകൊണ്ടിരുന്നത്, ബഹിഷ്കരണം പറഞ്ഞുകൊണ്ടിരുന്നത്. ഇതെല്ലാം ഉണ്ടായി. പക്ഷെ ഇവിടെ മേജർ രവി പറഞ്ഞ ഈ വാക്കുകളിലൂടെ മറ്റു ചില കാര്യങ്ങൾ ഒന്ന് കുത്തി പറയുന്നതായിട്ട് തോന്നിയോ എന്നുള്ള സംശയമുണ്ട്. കാരണം മേജർ രവി സത്യത്തിൽ വിസ്മയയെ സംരക്ഷിക്കാനാണോ ശ്രമിച്ചത്, അല്ലെങ്കിൽ വിസ്മയയുടെ രാഷ്ട്രീയ ബോധ്യത്തെ ചെറുതാക്കി കാണിക്കാനാണോ എന്നുള്ളത്? ഈ രണ്ട് ചോദ്യങ്ങൾ ഇവിടെ ഉയർന്നു നിൽക്കുന്നുണ്ട്. പലരും ചൂണ്ടിക്കാണിക്കുന്നത് ഈ ഒരു കാര്യം തന്നെ. വിസ്മയയ്ക്ക് പ്രായപൂർത്തിയായിട്ടുള്ള വ്യക്തിയാണ്. എനിക്ക് തോന്നുന്നു ഓക്കെ, പ്രായം എത്രയാണ് എന്നുള്ളത് അവിടെ നിൽക്കട്ടെ. എന്തായാലും പ്രായപൂർത്തിയായിട്ടുള്ള വളരെ മുതിർന്ന ഒരു വ്യക്തിയാണ് വിസ്മയ. സ്വന്തമായിട്ട് ചിന്തിക്കാൻ കഴിവുള്ള ആളാണ്. എഴുത്തും എല്ലാ കാര്യങ്ങളും അഭിനയവും ഒക്കെ ആയിട്ട് നടക്കുന്ന ഒരാൾ കൂടിയാണ്. അപ്പോൾ അവരെടുത്ത നിലപാടിനെ അറിയാതെ ചെയ്ത തെറ്റ് എന്ന് രീതിയിൽ ചിത്രീകരിക്കുന്നത് എന്തിനാണ്? വിസ്മയ ഒരു നിലപാട് പറഞ്ഞു, ഓക്കെ, അത് വിസ്മയയുടെ നിലപാടാണ്. അത് അങ്ങനെ പറയുമ്പോൾ ഒരു എന്താ പറയാ, അതൊരു ശരിയായ സമീപനമാണോ എന്നുള്ളത് മേജർ രവി തന്നെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പോൾ ചർച്ചകളെല്ലാം ഈ ഒരു രീതിയിലേക്ക് റൂട്ട് മാറി പോയിട്ടുണ്ട്. സത്യത്തിൽ ഇത് വിസ്മയെക്കുറിച്ചുള്ള കഥ മാത്രമല്ല കേട്ടോ. ഇന്നത്തെ ഇന്ത്യയിലെ സെലിബ്രിറ്റികളുടെ അവസ്ഥ കൂടി ആയതുകൊണ്ടായിരിക്കാം അദ്ദേഹം ഇത് പറഞ്ഞിട്ടുള്ളത്. ഇന്നിപ്പോ നമുക്കറിയാം, ഈ പറയുന്ന പ്രശ്നങ്ങളെല്ലാം തന്നെ സെലിബ്രിറ്റികളെല്ലാം തന്നെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. CJPയുടെ സമരത്തോട് ചേർന്ന് നിൽക്കുന്നു എന്നാണ് അവർ പറയുന്നത്. ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. സോഷ്യൽ മീഡിയയുടെ കാലത്ത് ഒരു കാലത്ത് സിനിമാ താരങ്ങൾ ഇതെല്ലാം ഒഴിവാക്കി നിർത്താനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് ഒരു പോസ്റ്റ്, ഒരു ലൈക്ക്, ഒരു സ്റ്റോറി ഇതുപോലും വലിയ രാഷ്ട്രീയ വിവാദമാകുന്ന കാലമാണ്. നമുക്കറിയാം, ടൊവിനോ തോമസ്, പാർവതി തിരുവോത്ത്, പൃഥ്വിരാജ്, അങ്ങനെ പലരും സൈബർ ആക്രമണങ്ങളൊക്കെ നേരിടുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ആ പട്ടികയിലേക്കാണ് മോഹൻലാലിന്റെ മകൾ വിസ്മയയും വന്നിട്ടുള്ളത്. ഇപ്പോൾ ഈ വിവാദത്തിൽ ആരാണ് ശരി, ആരാണ് തെറ്റ് എന്നുള്ളത് അവിടെ നിൽക്കുമ്പോൾ മറ്റൊരു കാര്യം അതിനകത്ത് ചോദിക്കേണ്ടി വരുന്നത്, ഇവിടെ കേരളത്തില് PSCയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങൾ ഉയർന്നിട്ടുണ്ടായിരുന്നു. അവിടെ മണ്ണ് വാരി തിന്ന് പ്രതിഷേധിക്കുന്ന സാധാരണക്കാരായിട്ടുള്ള റാങ്ക് ജേതാക്കൾ ഉണ്ടായിരുന്നു.
അവരുടെ ഭാവി തുലഞ്ഞു പോകുന്ന ഒരു കാര്യമാണ് ഇവിടെ നടന്നിട്ടുള്ളത്. ഇതിനു മുമ്പും LDF ഭരിക്കുന്ന സമയത്തും ഒക്കെ ഈ ഒരു വിഷയം ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു. അന്ന് ഇവരൊക്കെ എവിടെയായിരുന്നു? ഞാൻ ഉദ്ദേശിച്ചത് വിസ്മയ മാത്രമല്ല, അന്ന് ഈ പറയുന്ന ഇതുവരെ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുള്ള ടൊവിനോ തോമസ് ഉൾപ്പെടെയുള്ള ആളുകൾ, നടീനടന്മാരൊക്കെ എവിടെയായിരുന്നു? വിസ്മയ എവിടെയായിരുന്നു? വിസ്മയക്ക് രാഷ്ട്രീയ നിലപാടുണ്ട്, വിസ്മയ പറഞ്ഞതിനെ അംഗീകരിക്കുന്നു. ഇതെല്ലാം ചെയ്തുകൊണ്ട് ചോദിക്കുകയാണ്, അപ്പോൾ കേരളത്തിൽ നടന്നിട്ടുണ്ടെങ്കിൽ അതിനെതിരെ നിങ്ങൾ പറയില്ലേ? കേന്ദ്രവുമായിട്ട് ഏറ്റുമുട്ടി നിൽക്കുമ്പോൾ മാത്രമാണോ നിങ്ങൾ പറയുന്നത്? നിങ്ങൾ അവർക്ക് പിന്തുണ പ്രഖ്യാപിക്കുന്നത് എല്ലാം അംഗീകരിക്കുന്നുണ്ട്. കാരണം വിദ്യാർത്ഥികളുടെ ആവശ്യം ന്യായമാണ് എന്നുള്ളത് തന്നെയാണ്. ഇത്തരത്തിലുള്ള ഒരു കാര്യം നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ടെന്നല്ല, ഒരു പരീക്ഷയുമായി ബന്ധപ്പെട്ടും നടക്കേണ്ടതല്ല എന്നുള്ളത് വാസ്തവമാണ്. പക്ഷെ അതിനെ ആരെങ്കിലും ഹൈജാക്ക് ചെയ്യുന്നുണ്ടോ എന്ന് വിലയിരുത്തേണ്ടത് ഈ പ്രക്ഷോഭത്തിന് ഇറങ്ങി തിരിച്ചിട്ടുള്ള ആളുകൾ തന്നെയാണ്. പിന്നെ സിനിമാ നടന്മാരുടെ ഇടപെടലുകൾ ഇതിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായും പണ്ട് കേന്ദ്രത്തിനെതിരെയുള്ള പ്രക്ഷോഭങ്ങളോ കാര്യങ്ങളോ ഒക്കെ വരുമ്പോൾ ഹിന്ദി സിനിമാ നടീനടന്മാരും അവരുടെ എഴുത്തുകാരും ഒക്കെയാണ് ഇടപെട്ടുകൊണ്ടിരുന്നത്. ഇന്നെന്തോ നമ്മളൊന്ന് നോക്കൂ, ആ സമയത്ത് നിന്ന് ഇങ്ങോട്ടേക്ക് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ വിദേശ ഫണ്ട് വരുന്ന ഒരു കാലഘട്ടം ഏതാണ്ട് പൂർണ്ണമായിട്ട് അടഞ്ഞിട്ടുണ്ട്. അപ്പോ ഇപ്പൊ നോക്കുമ്പോൾ കേരളത്തിൽ നിന്നുള്ളവരല്ലേ CJP പ്രൊട്ടസ്റ്റിന് ഏറെയായിട്ട് നമ്മൾ ഉയർന്നു കേൾക്കുന്ന പേര്. ഇനി അവരെ പിന്തുണയ്ക്കട്ടെ. പക്ഷെ എന്തുകൊണ്ടാണ് ഈ കേരളത്തിൽ നിന്നുള്ളവർ, ഈ നടീനടന്മാരൊന്നും തന്നെ നമ്മുടെ കേരളത്തിൽ നടക്കുന്ന നെറികേടുകൾക്കെതിരെ ഒരു പ്രശ്നവും പറയാത്തത്, അവർക്ക് പിന്തുണ പ്രഖ്യാപിക്കാത്തത്? PSC എഴുതിയിരിക്കുന്നതും അവരുടെ ഭാവി തുലാസിലായി പോകുന്നതും അവരൊക്കെ നമ്മുടെ സഹോദരി സഹോദരന്മാര് തന്നെയാണ് കേട്ടോ. അപ്പോ ഈ വിഷയങ്ങളൊക്കെ അവിടെ നിൽക്കുമ്പോഴാണ് വിസ്മയ, മോഹൻലാൽ ഉൾപ്പെടെയുള്ള, ഇപ്പൊ വിസ്മയുടെ നെഗറ്റീവ് പബ്ലിസിറ്റി ആണെങ്കിൽ പോലും വിസ്മയുടെ ആദ്യത്തെ സിനിമയ്ക്കുള്ള പബ്ലിസിറ്റി കൂട്ടാനാണ് എന്നുള്ള ആരോപണം വരെ ഇതുമായി ബന്ധപ്പെട്ട് വിസ്മയ നേരിടുന്നുണ്ട്. മാത്രമല്ല മേജർ രവിയിലേക്ക് ഇനി തിരിച്ചു വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിസ്മയയുടെ അച്ഛനായിട്ടുള്ള മോഹൻലാൽ ഈ ഒരു വിഷയത്തിൽ യാതൊരു സ്റ്റേറ്റ്മെന്റും പറഞ്ഞിട്ടില്ല. അതായത് അദ്ദേഹത്തിന്റെ മകൾ പറഞ്ഞിട്ടുള്ള ആ രാഷ്ട്രീയം എന്താണോ അതിനെ അങ്ങനെ തന്നെ സ്വീകരിച്ചിട്ടുണ്ടാകും എന്നുള്ളതാണ് ഇതുവരെയുള്ള സമീപനത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. പക്ഷെ അവിടേക്ക് ഇടിച്ചു കയറി വന്നിട്ട് മേജർ രവി എന്ന് പറയുന്ന ആ വ്യക്തി ഈ ഒരു സ്റ്റേറ്റ്മെന്റ് പറയുമ്പോൾ അവിടെ വിസ്മയക്ക് ഒരു കുറച്ചിൽ തന്നെയല്ലേ ആകുന്നത്. പ്രായപൂർത്തിയായ വിസ്മയക്ക് കൃത്യമായിട്ടും ഒക്കെ ഈ ഒരു കാര്യം, ഇനിയിപ്പോ ആരുടെയെങ്കിലും പ്രേരണ കൊണ്ടാണ് ഇത് പറഞ്ഞത് എന്ന് വിചാരിക്കാം. ആ പ്രേരണ എടുക്കണമോ വേണ്ടയോ എന്നുള്ള വിവേചന ബുദ്ധിയുള്ള ഒരു വ്യക്തി കൂടിയാണ് വിസ്മയ മോഹൻലാൽ എന്നാണ് സമൂഹം വിലയിരുത്തുന്നത്. അതുകൊണ്ട് വിസ്മയക്കിട്ട് കിട്ടിയ തക്കത്തിന് മേജർ രവി ഒരു പണി കൊടുത്തോ എന്നുള്ള ചോദ്യം ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അതിൽ തെറ്റു പറയാനും സാധിക്കില്ല.